നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അക്കൗണ്ട് ബാലൻസ് അവിടെ തന്നെയുണ്ട്, പക്ഷേ അതിൻ്റെ മൂല്യം കുറയുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. പലതരത്തിൽ, അതായത് ശമ്പളമായും മറ്റു വഴികളിലൂടെയും സേവിങ്സ് അക്കൗണ്ടിൽ പണം എത്താറുണ്ട്. ലളിതമാണ്, സുരക്ഷിതമാണ്, എപ്പോൾ വേണമെങ്കിലും പണം കയ്യിൽ കിട്ടും എന്നതാണ് സേവിങ്സ് അക്കൗണ്ടുകളുടെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു തുക സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം സൂക്ഷിക്കുന്നത് ബുദ്ധിയാണോ? നമുക്ക് കണക്കുകൾ നോക്കാം. ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകൾ നൽകുന്ന പലിശ 2.5% മുതൽ 4% വരെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ 4% മുതൽ 5% വരെയാണ്. ഇതിനർത്ഥം നിങ്ങളുടെ പണം വളരുന്നതിനേക്കാൾ വേഗത്തിൽ സാധനങ്ങളുടെ വില കൂടുന്നു എന്നാണ്. അതായത് ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ ഓരോ രൂപയുടെയും പർച്ചേസിംഗ് പവർ നിശബ്ദമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് വേണ്ട എന്നാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലിക്വിഡിറ്റിയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റു പെട്ടെന്നുള്ള ചിലവുകൾക്കോ യാതൊരു നിബന്ധനകളുമില്ലാതെ പണം പിൻവലിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഭാഗമാണ്. എത്ര തുക സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കണം? ഒരു നിശ്ചിത ശതമാനം എന്നതിനേക്കാൾ ലളിതമായൊരു നിയമം ഇതാണ്: ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക, കയ്യിലുള്ളതെല്ലാം വെക്കരുത്. സാധാരണഗതിയിൽ 1 അല്ലെങ്കിൽ 2 മാസത്തെ വീട്ടുചെലവുകൾക്ക് ആവശ്യമുള്ള പണം മാത്രം സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം. ബാക്കിയുള്ള തുക കൂടുതൽ പ്രൊഡക്റ്റീവായ മാർഗങ്ങളിലേക്ക് മാറ്റണം. പണം 3 ലെയറുകളായി സൂക്ഷിക്കാനാണ് പല വിദഗ്ധരും നിർദ്ദേശിക്കുന്നത്. ലെയർ 1 ദൈനംദിന ആവശ്യങ്ങൾക്കായി സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കുന്ന പണം. ലെയർ 2 അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഡെറ്റ് ഫണ്ട്സ് ഉപയോഗിക്കാം. ഇവിടെ ഏകദേശം 6 മുതൽ 7% വരെ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം പണം വേഗത്തിൽ പിൻവലിക്കാനും സാധിക്കും. വളരെ കുറഞ്ഞ കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് ലിക്വിഡ് ഫണ്ടുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലെ പ്രധാന ആകർഷണം ലിക്വിഡിറ്റി അഥവാ പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള സൗകര്യമാണ്. കാലാവധി 91 ദിവസത്തിനുള്ളിൽ താഴെയുള്ള സുരക്ഷിതമായ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ, കൊമേഴ്സ്യൽ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ എന്നിവയിലാണ് ഈ ഫണ്ടുകൾ പണം നിക്ഷേപിക്കുന്നത്. നിക്ഷേപ കാലാവധി വളരെ കുറവായതുകൊണ്ട് തന്നെ വിപണിയിലെ മാറ്റങ്ങൾ ഈ ഫണ്ടിനെ കാര്യമായി ബാധിക്കാറില്ല. സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ മികച്ച പലിശ, അതായത് ഏകദേശം 6 മുതൽ 7% വരെ ലഭിക്കാനും സാധ്യതയുണ്ട്. സാധാരണയായി നിക്ഷേപിച്ച് 7 ദിവസത്തിന് ശേഷം പണം പിൻവലിച്ചാൽ എക്സിറ്റ് ലോഡ് നൽകേണ്ടതില്ല. ആദ്യ 7 ദിവസത്തിനുള്ളിൽ പിൻവലിച്ചാൽ ചെറിയൊരു തുക ഈടാക്കും. നമ്പർ 2 അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഡെറ്റ് ഫണ്ടുകൾ. ലിക്വിഡ് ഫണ്ടുകളേക്കാൾ അല്പം കൂടി കൂടുതൽ കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഫണ്ടുകൾ. 3 മാസം മുതൽ 6 മാസം വരെ കാലാവധിയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ഇവ പ്രധാനമായും നിക്ഷേപിക്കുന്നത്. ലിക്വിഡ് ഫണ്ടുകളേക്കാൾ അല്പം കൂടി ഉയർന്ന ലാഭം നൽകാൻ ഇവയ്ക്ക് സാധിക്കും. ലിക്വിഡ് ഫണ്ടിനെ അപേക്ഷിച്ച് ഇതിൽ നേരിയ തോതിൽ പലിശ നിരക്കിലെ മാറ്റങ്ങൾ പ്രതിഫലിച്ചേക്കാം. എങ്കിലും ലോങ് ടേം ഫണ്ടുകളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആവശ്യമുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച ഓപ്ഷനാണിത്. നിങ്ങളൊരു എമർജൻസി ഫണ്ടാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ പണം ലിക്വിഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം. എന്നാൽ ഒരു 6 മാസത്തിന് ശേഷം വരുന്ന വീട്ടുവാടകയോ ഇൻഷുറൻസ് പ്രീമിയമോ അടയ്ക്കാനുള്ള പണമാണെങ്കിൽ അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ലെയർ 3 ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ. കോർപ്പറേറ്റ് ബോണ്ട്സ് പോലുള്ള ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്ട്സ് ഇവിടെ പരീക്ഷിക്കാം. ഇക്വിറ്റിയേക്കാൾ റിസ്ക് കുറവാണെങ്കിലും സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ മികച്ച ലാഭം ഇവ നൽകും. യഥാർത്ഥത്തിൽ ലിക്വിഡിറ്റി വേണോ അതോ റിട്ടേൺസ് വേണോ എന്നതല്ല ഇവിടെ പ്രസക്തം. ഇവ രണ്ടും ലഭിക്കത്തക്ക രീതിയിൽ പണം പലയിടങ്ങളിലായി ക്രമീകരിക്കുക എന്നതാണ് ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. പലപ്പോഴും മികച്ച ഓപ്ഷനുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പണം സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാറ്റാത്തത് മടി കാരണമാണ്. പ്രത്യേകിച്ച് ശമ്പളക്കാരായ ആളുകൾ നിക്ഷേപം പിന്നീട് നടത്താമെന്ന് കരുതി പണം അക്കൗണ്ടിൽ തന്നെ വെക്കുന്നു. ഇതിൻ്റെ ഒരു പോംവഴി ഓട്ടോമേഷനാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിശ്ചിത തുക ഒരു EMI പോലെ നിക്ഷേപങ്ങളിലേക്ക് മാറ്റുക. ഇതോടെ പണം വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കാം. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ബാങ്കിംഗ് വർദ്ധിച്ചതോടെ ഫിഷിംഗ്, OTP ഫ്രോഡ് എന്നിവയും വ്യാപകമാണ്. വലിയൊരു തുക ഒരൊറ്റ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നത് റിസ്ക് കൂടിയാണ്. അതുകൊണ്ട് പണം പലയിടങ്ങളിലായി സൂക്ഷിക്കുന്നത് നിക്ഷേപം സുരക്ഷിതമാക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ, ഒരു സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ്, പക്ഷേ അത് പണം വളർത്താനുള്ള ഇടമല്ല, മറിച്ച് പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ്. പണം വെറുതെ ഇടാതെ കൃത്യമായ പ്ലാനിങ്ങോടെ നിക്ഷേപിക്കുക. നിങ്ങളുടെ പണം നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സാമ്പത്തികമായ അറിവുകൾക്കുമായി ജിയോജി സ്പോട്ട്ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.